ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും വെച്ച് എളുപ്പത്തിലൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1/2 കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിക്കുക. തിളച്ചു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ ഒരു 1/4 ഭാഗം ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക. സവാള വെന്തതിന് ശേഷം 1/2 കപ്പ് അരിപ്പൊടി ചേർക്കുക. ഞാനിവിടെ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതായിരിക്കും കുറച്ചുകൂടി ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കുക. ഒരു ഉപ്പുമാവ് പരുവത്തിന് ഇത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത മാവ് ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി തൊലി കളഞ്ഞ് മാറ്റിവെച്ച വലിയ സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് നന്നായി പൊടിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. നമ്മുടെ മാവ് നന്നായി മിക്സ് ആവുന്നത് വരെ ഇതേപോലെ നന്നായി കുഴച്ചു കൊടുക്കുക. ഈ മാവ് നന്നായി മിക്സ് ആയതിനു ശേഷം ഈ കാണുന്നത് പോലെ ചെറിയ ഉരുളകളാക്കി മാറ്റിവെക്കുക. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി തിളച്ചു വരുമ്പോൾ നമ്മൾ ഉരുളകളാക്കി മാറ്റിവെച്ച ഓരോ ബോളും ഇതിലേക്ക് ഇടുക. എല്ലാ സൈഡും നന്നായി മൊരിഞ്ഞു വരുന്നവരെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയത്തിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ കാണുന്ന പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. മാക്സിമം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 7 മിനിറ്റോ വരെ ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ സ്നാക്സ് റെഡിയായി കഴിഞ്ഞിരിക്കും. നന്നായി കുക്കായി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് സോസിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ചിക്കൻ കറിയുടെ കൂടെയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതധികം ചൂടാറുന്നതിന് മുന്നേ തന്നെ കഴിക്കാൻ ശ്രമിക്കുമല്ലോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.